ബാക്ക് ടു MS സൊല്യൂഷൻസ്. നിങ്ങളുടെ സ്വന്തം കാർത്തിക മിസ് ആണ്. സോ നമ്മുടെ ഓണം എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിരുന്നു കാണുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഓൾറെഡി നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ലിങ്ക് വഴി നമ്മുടെ ബാച്ചിലേക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 5% ഓഫർ കൂടെ ലഭിക്കുന്നതായിരിക്കും. റെഡി? സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എക്സാമിന് പഠിക്കണം. 5 strings each a quarter meter long are placed end to end. എന്താടാ പറഞ്ഞിട്ടുള്ളത്? 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ 5 ചരടുകൾ ചേർത്ത് വെക്കുന്നുണ്ട്. 5 ചരടുകൾ ചേർത്ത് വെക്കുന്നു. 1 2 3 4 5 ഈ രീതിയിൽ 5 കഷ്ണം ചരടുകൾ നമ്മൾ അറ്റത്തോടറ്റം ചേർത്ത് വെക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും നീളം എത്ര വീതമാണ്? 1/4 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 മീറ്റർ, 1/4 എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇതും 1/4 ആണ്. ഇങ്ങനെ ടോട്ടൽ എത്ര പീസസ് ആണ് നമ്മൾ ചേർത്ത് വെച്ചത്? 5 പീസസ് ആണ് ചേർത്ത് വെച്ചത്. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് ആകെ നീളം അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ആകെ നീളം 5 × 1/4 ആയിരിക്കും. 5 × 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/4 ആണ്. ഇതിപ്പോൾ എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? അതിനെ നമുക്ക് മിശ്രഭിന്നം മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിനായി നമ്മൾ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ 4 ഒരു പ്രാവശ്യം പോവും. 4 × 1 4, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/4 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ആകെ നീളം. അതായത് 1/4 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. റെഡി? അടുത്തൊരു ചോദ്യം നോക്കൂ. എ ബോട്ടിൽ ഹോൾഡ്സ് എ 1/4 ലിറ്റർ ഓഫ് വാട്ടർ. ഒരു കുപ്പിയിൽ ആകെ എത്ര വെള്ളം കൊള്ളും? 1/4 ലിറ്റർ വെള്ളം കൊള്ളും. ഹൗ മച്ച് വാട്ടർ ഇസ് നീഡഡ് ടു ഫിൽ 3 such bottles? അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 3 കുപ്പികൾ നിറയ്ക്കാൻ നമുക്ക് ആകെ എത്ര വെള്ളം വേണം എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കുക? ആകെ വെള്ളത്തിന്റെ അളവ്, ടോട്ടൽ വാട്ടർ നീഡഡ്, ആവശ്യമായ വെള്ളം 3 കുപ്പികൾ നിറയ്ക്കാൻ നമുക്ക് ആവശ്യമായ വെള്ളം എത്രയാണ്? 3 കുപ്പിയിലും 1/4 ലിറ്റർ വീതം കൊള്ളും അല്ലേ? അപ്പൊ 3 × 1/4 എത്രയായിരിക്കും വരുന്നത്? 3/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 1/4 ലിറ്റർ വെള്ളമാണ് 3 കുപ്പികളിൽ നിറയ്ക്കാനായിട്ട് ആകെ ആവശ്യമായി വരുന്ന വെള്ളം. മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി വെച്ചോ, എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയടാ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 4 liters of milk is divided equally among 3 persons, 4 ലിറ്റർ പാല് നമ്മൾ 3 ആളുകൾക്ക് തുല്യമായി വീതിച്ചു കഴിഞ്ഞാൽ how much milk will each get എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര പാല് വീതമായിരിക്കും കിട്ടുന്നത്? എത്ര പാല് വീതമായിരിക്കും? എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ 4 ലിറ്റർ പാല് 3 പേർക്ക് ഡിവൈഡ് ചെയ്യുന്നു. സോ each one will get എത്ര വീതം? ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാല് വീതം കിട്ടും? 4 ലിറ്റർ പാലിനെ നമ്മൾ 3 ആളുകൾക്ക് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. നമുക്കതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിന് നമ്മൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4ൽ 3 ഒരു പ്രാവശ്യം പോവും. അപ്പോൾ 3 × 1 3. നമുക്ക് എത്ര കിട്ടി? 1/3 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/3 ലിറ്റർ ആയിരിക്കും ഓരോ ആളുകൾക്കും കിട്ടുന്നത്. സെറ്റ് അല്ലേ?
ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, വി ഹാവ് ടു കട്ട് 3/5 ഓഫ് എ 7 meter long string. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് 7 മീറ്റർ നീളമുള്ള ഒരു ചരടിന്റെ 3/5 ഭാഗം മുറിച്ചെടുക്കണം. 7ന്റെ 3/5 3/5 ഓഫ് എ 7 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എപ്പോഴും ആലോചിച്ചോ ഓഫ് അല്ലെങ്കിൽ ഇൻഡേ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് ഇൻറ്റു ആണ്. ഓക്കെ, ഇൻഡേ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആണ് ചെയ്യുക. ഒരു ചെറിയ ട്രിക്ക് കിട്ടിയില്ലേ, ഒരു കുഞ്ഞു ട്രിക്ക് കിട്ടിയില്ലേ? ഇൻഡേ വന്നാൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 7ന്റെ 3/5 അല്ലെങ്കിൽ 3/5 ഓഫ് 7. ഓഫ് വന്നാലും ഇൻഡേ വന്നാലും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഹൗ ലോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി പീസ്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3/5 ഇൻറ്റു 7. 7ന്റെ 3/5 ഭാഗം. അപ്പം എത്രയായിരിക്കും വരിക? 3/5 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 7 21/5. ഇതെന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇങ്ങനെ നിർത്താൻ പാടില്ല, നമുക്കതിനെ മാറ്റണം. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 21ൽ 5 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. 5 ഇൻറ്റു 4 20. അപ്പം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. ശിഷ്ടം റിമൈൻഡർ 1 കിട്ടുന്നു. അതിനർത്ഥം 4 1/5 മീറ്റർ. 4 1/5 മീറ്റർ ആയിരിക്കും ടോട്ടൽ ലെങ്ത് വരുന്നത്. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ മിസ് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. 1/5 ഓഫ് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2/3ന്റെ 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാടാ ചെയ്യുക? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? 1/5 ഇൻറ്റു 2/3 മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? ന്യൂമറേറ്ററും അംശവും തമ്മിൽ ഗുണിക്കുന്നു. ഛേദവും തമ്മിൽ ഡിനോമിനേറ്ററും തമ്മിൽ ഗുണിക്കുന്നു. 5 ഇൻറ്റു 3 15. അപ്പൊ 2/15. ഇനി ഇതിനെ ചെറുതാക്കാൻ, സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ലഘൂകരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 2നും 15നും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യാതെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക എന്നുള്ളത് ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ, ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. സെറ്റ് അല്ലേ? റെഡിയാണ്? യെസ്. അങ്ങനെയാണെങ്കിൽ ദേ നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. A rope 2 meters long is cut into 5 equal pieces. എടാ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. 2 മീറ്റർ നീളമുള്ള കയറ് ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. 2 മീറ്റർ നീളം, അതിന് 5 പീസസ് ആക്കിയല്ലോ. റെഡി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ ഓഫ് ദ പീസസ് ഇൻ മീറ്റേഴ്സ് ഇൻ സെന്റിമീറ്റർ? എന്താ ചോദിച്ചത്? ബുദ്ധിമുട്ടാ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. ആകെ 2 മീറ്റർ നീളമുള്ള ഒരു കയറ്, അതിന് 5 പീസസ് ആക്കി മാറ്റി. അപ്പൊ അതിലൊരു പീസിന്റെ ലെങ്ത് എത്രയാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിലൊരു പീസിന്റെ 1/4 ഭാഗം നമ്മൾ എടുക്കുകയാണ്. അത് എത്ര മീറ്റർ ആയിരിക്കും, എത്ര സെന്റിമീറ്റർ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ കയ്യിൽ 2 മീറ്റർ നീളമുള്ള ഒരു കയറുണ്ട്. ഇതിനെന്ത് ചെയ്തു? 5 പീസസ് ആക്കി മാറ്റി. ഓക്കെ, 5 പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു പീസിന്റെ ലെങ്ത് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഓഫ് 1 പീസ്, ലെങ്ത് ഓഫ് 1 പീസ് റോപ്പ്. ഓക്കെ, ഒരു കഷ്ണം കയറിൻ്റെ നീളം എത്രയായിരിക്കും വരിക? ആകെ 2 മീറ്റർ ആയിരുന്നു, അതിനെ 5 ഭാഗങ്ങളാക്കി. അപ്പൊ 2/5 മീറ്റർ. ഇനി ഈ 2/5 മീറ്റർ നീളം, അതായത് ഈ ഒരൊറ്റ ഭാഗത്തിന്റെ നീളം 2/5 മീറ്റർ ആണ് കിട്ടി. ഇനി ഇതിന്റെ 1/4 ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ 1/4 ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്താ? 2/5ന്റെ 3/4. മനസ്സിലായോ? 2/5ന്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോ 2/5 ഇൻറ്റു 3/4. ഓക്കെ, 3/4
ഓഫ് 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 അല്ലെങ്കിൽ 2/5 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഇൻറ്റു 2/5. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 2 6, 4 ഇൻറ്റു 5 20. ചെറുതാക്കണ്ടേ? 6ലും 20ലും കോമൺ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ 6നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6നെ എനിക്ക് 2 കൊണ്ട് ഹരിക്കാം, 20നെയും എനിക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ എത്ര കിട്ടുക? 6 ഡിവൈഡ് ബൈ 2, 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10, 3/10 എന്ന് കിട്ടും. ഇനി വരെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല, ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ 3/10 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? നമ്മൾ മീറ്ററിലാണ് കണ്ടുപിടിച്ചത് 3/10 മീറ്റർ എന്നുള്ളത്. ഇനി ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലേക്ക് മാറ്റുന്നത് എങ്ങനെയാ? വലിയ യൂണിറ്റ് ആണ് മീറ്റർ, ചെറിയ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ അല്ലേ? അപ്പൊ വലുതിൽ നിന്നും ചെറുതിലേക്ക് കൊണ്ടുപോവാൻ, കൺവേർട്ട് ചെയ്യാൻ ഗുണിക്കണം. BSM. വലുതിൽ നിന്നും ചെറുതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഗുണിക്കണം. BSM. എന്തുകൊണ്ടാ ഗുണിക്കുക? 100 കൊണ്ട് നമ്മൾ ഗുണിക്കും. ഓക്കെ, അപ്പോൾ 3/10 ഇൻറ്റു 100. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ആണ് ചെയ്യുക അല്ലേ? അപ്പൊ 300/10 എന്ന് കിട്ടും. 300/10. 300നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാടാ വരിക? 300നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10 ഇൻറ്റു 3 ആണ് 30 അല്ലേ? പിന്നെ ഒരു 0 കൂടി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. കിട്ടിയോ? 30 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെഡി അല്ലേ? ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കള് സെറ്റാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് 1/2 സെന്റിമീറ്റർ ആൻഡ് 1/3 സെന്റിമീറ്റർ? നമുക്കൊരു ചതുരമുണ്ട്. ആ ചതുരത്തിന്റെ ഏരിയ എങ്ങനെയാണ്, പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന്റെ നീളം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു 1/2 സെന്റിമീറ്റർ, വീതി നമുക്ക് 1/3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാടാ? വളരെ സിമ്പിൾ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ പരപ്പളവ് അല്ലെ? ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. ചതുരത്തിന്റെ നീളം ഇൻറ്റു വീതി. സോ 1/2 ഇൻറ്റു 1/3, 1/2 ഇൻറ്റു 1/3, സോ 1/6. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിറ്റ് എഴുതുന്ന സമയത്ത് സെന്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതാൻ വിട്ടുപോകരുത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഫ്രാക്ഷൻസ് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, വർക്ക്ഷീറ്റിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ മക്കൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ഒരു കോഡ് ചോദിക്കും. ആ കോഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ കാർത്തിക K10 എന്ന് പറയുന്ന കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ 5% ഓഫർ കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രീമിയം പ്രോ ആയാലും പ്രീമിയം ബാച്ചിലേക്കാണെങ്കിലും ബേസ് ബാച്ചിലേക്കാണെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് കിട്ടും. മിസ്സിന്റെ ഈ പേര് പറഞ്ഞിട്ട് ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. റെഡി? അപ്പൊ നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. റെഡി? ഓണം എക്സാമിന് നമുക്ക് കിടിലമായിട്ട് പഠിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതേപോലെ ഈ വീഡിയോ വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു.